അപ്പോൾ ഗൈസ് ഇവിടെ ചക്ക വിളഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ചക്ക വെട്ടി ഇന്ന് ചക്ക അവിയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയോ ജോമോന് ചക്ക വെട്ടാൻ? അറിയോ ഒന്നുകൂടെ നോക്കണം. കളഞ്ഞില്ല കൊട്ടിയൊക്കെ നോക്കുന്നു. നമുക്ക് ഇത് തന്നെ വെട്ടാം. ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ വളഞ്ഞതായിട്ട് തോന്നുന്നു. നല്ലൊരു ചക്കയാണ്. പപ്പതി ചക്ക വെട്ടുന്നതിൽ എക്സ്പേർട്ടാന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് പപ്പ വെട്ടിയെടുത്തു. എങ്ങനെയുണ്ടോ പപ്പ? കൊള്ളാം, നല്ല വളഞ്ഞിട്ടുണ്ട്. പച്ചച്ചക്ക കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടുണ്ട്, പക്ഷെ കയ്പ്പ് കുറച്ച് മധുരിപ്പം. എനിക്കൊന്ന് ഈ ചമണിയാണ് എടുത്ത് കഴിച്ചത് തോന്നുന്നു. കളഞ്ഞിട്ടുണ്ട് കേസ്. നിനക്ക് വേണോടാ? എന്താണ് നിനക്ക് വേണ്ടാത്തെ? എനിക്കിഷ്ടമില്ല. അമ്മ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ അമ്മ ചെയ്യുന്നേ? വിളഞ്ഞതാന്ന് നോക്കി അമ്മ പിച്ചാത്തിയൊക്കെ കൊണ്ട് കുത്തിയൊക്കെ നോക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ പോയതാണ്. ഇതൊന്നും അറിയാതെ വേറൊരു ലോകത്ത് ഒരാൾ. കൊള്ളാം, സൂപ്പറാണ്. അപ്പൊ പറയുന്നുണ്ട് നല്ല ചക്കയാണെന്ന്. നമുക്കിതിൽ ചക്ക പുഴുക്ക് ഉണ്ടാക്കാം ഗൈസ്. ചക്ക പുഴുക്ക് എങ്ങനെയാണ്? ചക്ക അവിയലിനാണോ പുഴുക്കെന്ന് പറയുന്നത്? അല്ല, ചക്ക ഇങ്ങനെ വയറ്റിയെടുത്ത് പുഴുക്ക് പോലെ ആക്കും. നമ്മള് മരിച്ചിനി വെച്ചില്ലേ, മരിച്ചിനി പാൽക്കപ്പ് വെച്ചായിരുന്നു ഗൈസ്. അപ്പൊ അതേ സെറ്റപ്പില് ചക്കയും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ചെയ്യാം അമ്മ. ചക്ക പുഴുക്ക് പോലെ. ഇന്ന് ചക്കാവിയല് വയ്ക്കാം. എല്ലാരും എക്സ്പ്രഷൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നു. പുഴുക്ക് വേണോ ചക്ക അവിയല് വേണോ? പപ്പ മുംബൈയിൽ നിന്ന് വന്നല്ലേ, അപ്പൊ നമുക്ക് പപ്പയുടെ സജഷൻ ചോദിക്കാം. ചക്കാവിയല വയ്ക്കാം. അപ്പൊ പപ്പ പറയുന്നത് ചക്കാവിയല് മതിയെന്ന്. അപ്പൊ നമ്മൾ ചക്കാവിയല് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിനെ ഇത് ഇളക്കണം. നാണു അമ്മയെ കൊറേ നാള് കണ്ടില്ല, അതിന്റെ സ്നേഹം തീർക്കും. തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അമ്മ ഇത് ഇളക്കുവാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇനി മീൻ മേടിച്ചിട്ട് വരാം. അമ്മ ഭയങ്കര മാസത്തിലെല്ലാം ചെയ്യുവാണ്. നമുക്ക് അടുത്ത ജംഗ്ഷനിൽ പോയി നോക്കാൻ പാടും. അവിടെ എവിടെയെങ്കിലും മീൻ കാണും. പപ്പ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോടാ കൃഷി? നിന്റെ ഞാൻ വിളിച്ചില്ല. വാ കേറിക്കോ. നമുക്ക് പെട്ടെന്ന് കയറി ഇവനെ ഇവിടെ ഇട്ടിട്ടോ. ഒരു കുലമീന, ഒരു പുഴ മീനെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കുലമീനെന്നൊക്കെ. അപ്പക്ക് ഏത് മീനാ വേണ്ടേ? ഏറ്റവും ഫേവറേറ്റ് ചൂരയാണ്. അപ്പൊ നമുക്കിനി ചൂരയായിട്ട് കാണാം പപ്പ. ടാറ്റ. മീൻ ഇതേ അവിടെ ഒരിടത്ത് കാണും. ചൂരുണ്ടോ? എന്തോ ചൂരയാണ് ഇഷ്ടം. ചൂരയുണ്ടോ? ചൂര വാ മോളൂ, നമുക്കിത് ഇവിടെ മേടിക്കാം. ചൂരയുണ്ട്. ചാളയുണ്ട്. പിന്നെ ഏതോ മീനുണ്ട്. ഇത് വേറെ ചൂര വേറെ വന്നിട്ടുണ്ട്. ചേട്ടാ അതെങ്ങനെയാണ് വില? എങ്ങനെയാണ് വില? ഇത് 100 രൂപ, ഇത് 100 രൂപ, ഇത് 150. നമുക്ക് ബാർഗെയിൻ ചെയ്ത് നോക്കാം. ചേട്ടൻ കുറച്ചാൽ മതിയായിരുന്നു. മതിയാ? ഓ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് തരണം. 130 രൂപ മതിയാ? ഓ ചേട്ടൻ അങ്ങനെ 20 രൂപ കുറച്ചിട്ടുണ്ട്. നമ്മളിത് മീൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തേങ്ങ വാങ്ങിക്കണം, മലക്കറി വാങ്ങിക്കണം, അമ്മ പറഞ്ഞിട്ടായിരുന്നു. ഓ ഇന്ന് ഫുൾ പണിയാണെന്ന്. ഇത് കണ്ടോ ഗൈസ്, ചുടക്ക്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചുടക്കൊക്കെ വെച്ച് ബസ്സിലൊക്കെ ഇരുന്ന് പോകുമായിരുന്നു. നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട് ഗൈസ്. അമ്മച്ചി പറഞ്ഞ അടുത്ത് ചുടക്ക് വയ്ക്കുമോ? വയസ്സൊക്കെ നമ്മുടെ മനസ്സിനല്ലേ, അങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ല അമ്മച്ചിക്ക്. വയസ്സൊരു നമ്പറാണ്, അത് നമ്മൾ അത്രേ ഉള്ളൂ അമ്മച്ചി. കണ്ടോ കൊച്ചി പയ്യൻ പറയുന്നുണ്ടോ? ചീറ്റിപ്പോയി, മറന്നു. ഇതൊക്കെ വർഷങ്ങളായില്ലേ. ഇവിടെ ഭയങ്കര പരിശ്രമത്തിലാണ്. അവള് എന്തൊക്കെയാ വാങ്ങുന്നേ? കോക്കനട്ട് ഓയിൽ, സവാള, മഞ്ഞപ്പൊടി. ഇത് മല്ലിപ്പൊടി. യെസ്, ഇവിടെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ.
മണം മഞ്ഞപ്പൊടിയുടെ മണമാണ്, പക്ഷെ കളർ വേറെ. ഇത് മല്ലിപ്പൊടി കളർ എന്താ ഇങ്ങനെ? ഓ അത് ശരിക്കും മഞ്ഞയാണ്, പക്ഷെ കവറിന്റെ പുറമേയുള്ള കവറിന്റെ ഇതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്ത. അപ്പോൾ ഇനി നമുക്ക് മലക്കറിയും കൂടെ വാങ്ങാം. ലാസ്റ്റ് ഐറ്റം. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി വീട്ടിലോട്ട് പോകാം അല്ലേ മാണോ? വീട്ടിലെത്തി ഗൈസ്. അമ്മ ഇവിടെ ചക്ക കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിയലിന് വേണ്ടി അരിയാണ് കൊണ്ടുവന്ന രീതി ഉണ്ടോ ഗൈസ്. അപ്പോൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ചക്ക അവിയൽ ഉണ്ടാക്കാനായിട്ട് ദേ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളരിക്കക്കറി ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അരി അടുപ്പത്ത് വെച്ചിരിക്കുക. അങ്ങനെ അമ്മയുടെ പ്രിപ്പറേഷനാണ്, പക്ഷെ അമ്മ ഇത് മാളു സഹായിക്കും. അമ്മ അവിടെ വേറെ പണിയിലാണ്. ഇപ്പൊ കണ്ടാലോ ജോമൻ തേങ്ങ തിരുവ കേട്ടോ. തേങ്ങ തിരുവ എനിക്ക് പണ്ട് ഇഷ്ടം. എല്ലാവർക്കും തേങ്ങ തിരുവാനാ കേസ് മടി. ജോമൻ അതാ ഇഷ്ടം. സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ എനിക്കും അമ്മയ്ക്ക് തേങ്ങ തിരുവാനാണ് മടി. അപ്പൊ ഗൈസ് ദേ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതേ ചോറ് കഴിക്കായിരുന്നു. പപ്പ ചോറ് കഴിക്കുവാണ്. സ്റ്റാച്ചു ആണോ? ചക്ക അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ അറിയോ? ഇത് തൈര് കറി. തൈര് കറി അല്ല, അതെന്താ അറിയാമോ? അത് വെള്ളരിക്കൊക്കെ അറിയായിരുന്നു പപ്പ. ഇത് ചൂരമീൻ, പപ്പയുടെ ഫേവറേറ്റ് ചൂരമീൻ. ചൂര കഴിക്കാൻ വേണ്ടിയാണ് കേരളത്തോട്ട് വന്നത്. എനിക്ക് വേണം കറി. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തോട്ടൊന്ന് പോവാണ് കേട്ടോ. ഓക്കേ. കുനിഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്നത് അവരുടെ സ്കൂളാണ് കേട്ടോ. അവര് കുനിഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ പോവാതെ കള്ളൊടിച്ച് വീട്ടിൽ കിടക്കാണ്. ഇതാണ് അവരുടെ സ്കൂള്. ഇറക്കി വിട്ടട്ടെ. കള്ളൊടിച്ചിരിക്കുന്ന രണ്ടുപേരെ. മറ്റേ അവരൊക്കെ നിക്കണടാ. അങ്ങനെ നിക്കണത് അല്ല. ഇപ്പൊ എല്ലാരും ബാക്ക് ടു സീറ്റ്. സ്കൂളിൽ പോകുന്നു. കള്ളൊടിച്ചാണ്. പപ്പ സ്നാക്സ് വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വൈകിട്ടത്തേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മ ചായക്ക് വേണ്ടി അമ്മയുടെ സ്പെഷ്യൽ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. നെക്സ്റ്റ് ടീ ടൈം. പപ്പയും കൂടെ ചായ നമ്മുടെ നാട്ടിലെ പോകുന്നു ഗൈസ്. ബസ് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റ് എന്താ? ബസ് കണ്ടിട്ട് നല്ലതായിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് ഇങ്ങനെ ഒരു ബസ് വരുന്നത് ആദ്യമായിട്ടാണ്. അതിൽ നല്ല അഭിമാനവും സന്തോഷമുണ്ട്. ഇത് കാണാൻ പറ്റിയതിൽ വളരെയധികം നന്ദിയുണ്ട്. ജോമ പപ്പയുടെ കൂടെ ഫുട്ബോൾ കളിക്കണമെന്നാണ് പറയുന്നത്, പക്ഷെ പപ്പയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന പോലെ അറിയത്തില്ല. കളിച്ചിട്ടില്ല. ഗോളിയായിട്ട് നിൽക്കുക. പപ്പയ്ക്ക് അനങ്ങാതെ നിന്നുള്ള ഫുട്ബോൾ കളിയാണ് കഴിച്ച് അറിയാന്നുള്ള. പപ്പ ടെറസിൽ പോയിരിക്കുകയാണ്. ബാക്കി അവർ കളിക്കും ഗൈസ്. ഇവിടെ അന്താരാഷ്ട്ര കാര്യം ഡിസ്കഷനാണ്.
ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കാണ് കേട്ടോ. മുട്ട എന്തായി? കുഴച്ച് അടുപ്പിൽ വയ്ക്കാറായി. എളുപ്പത്തിൽ പുട്ടുണ്ടാക്കുന്നതാണത്. ഇതിൽ വില വയ്ക്കുക. ഇതിങ്ങനെയാണ് വെച്ച് കൊടുക്കുക. ഇതിന് നല്ല അടിപൊളി പുട്ടായി വരും. പുട്ടായി ഗൈസ്, പുട്ടായി. ജോമൻ്റെ ഫേവറേറ്റ് ആണ് പുട്ട്. ഇതിന് അടച്ചു വെച്ച് വേവിക്കും. അപ്പോഴേക്കും പുട്ട് റെഡി. ഇനി നമുക്ക് അവരെ കൂടെ പോയിരുന്ന് അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യാം. എന്താണ് ഡിസ്കഷൻ ഇവിടെ? നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നോട്ട് ഡിസ്റ്റർബാണ്. അമേരിക്കയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു, നമ്മൾ അങ്ങോട്ട് പോകാൻ ഇരിക്കുന്നു. എന്താ ചർച്ചയിൽ കൂടുന്നുണ്ടോ? ഇല്ല, എനിക്ക് അന്താരാഷ്ട്ര കാര്യത്തിൽ താല്പര്യമില്ല. എപ്പോഴാണോ ആള് വരുന്നത് അപ്പം എന്നെ വിളിച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ഗേസ് ഡേ രാത്രി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. പുട്ട് കഴിക്കാൻ. പുട്ടാണ് ഗേസ്, അമ്മയുടെ സ്പെഷ്യൽ പുട്ട്. ജോമൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചിട്ടാണ് പുട്ട് വെച്ചത്. എൻ്റെ ഫേവറേറ്റ് ഇല്ല, ബാളുവിൻ്റെ. എൻ്റെ ഫേവറേറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് കഴിക്കാൻ വെച്ചു. ഇത്രയും പുട്ട് തന്ന കേസ് എനിക്ക് ഇത്രയും വേണ്ട. അമ്മയായിട്ടുള്ള അംഗം തുടങ്ങി. കരയണോ? ഓ വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല. ഇതൊന്നും അറിയാതെ പപ്പ പപ്പ അപ്പൊ അത് അറിയുന്നതേ ഇല്ല. പപ്പ ചപ്പാത്തിയുടെ ആളാണ് കേട്ടോ. ചപ്പാത്തി, പപ്പയുടെ ഇഷ്ടപ്പെട്ട മീൻ ചൂരമീൻ. ചപ്പാത്തി, ഈ ചൂരമീൻ കഴിയാൻ വേണ്ടി മാത്രം പപ്പ ഇവിടെ വന്നതെന്ന് തോന്നുന്നു. കഴിക്കാൻ 1800 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയല്ലേ അമ്മ? കഷ്ടപ്പാട് കണ്ടു വയസ്സ്. ഇതൊക്കെ പപ്പയുടെ കഥകൾ. ലാൻഡ് ചെയ്ത ഉടനെ പപ്പ ചുരുമീൻ വെച്ചു. എൻ്റെ മുമ്പേ പപ്പ പറഞ്ഞു, മോളെ കുറച്ച് ചൂരമീൻ മേടിച്ചു വയ്ക്കോ. അപ്പൊ ഗൈസ് നമ്മൾ ഉറങ്ങേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ. അത് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ഇനി നമ്മൾ സുഖമായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. ഭയങ്കര ടയേർഡായി. അമ്മയും പപ്പയും കിടന്നു കേട്ടോ. ഇപ്പം തന്നെ നല്ല ലേറ്റായി. നമ്മളെയും കാത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇന്നൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.